ലൈഫ് ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങിയതിൽ ഗുരുതരമായ അഴിമതി നടന്നതായി ആരോപിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് UDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കഴിവുകെട്ട ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു പഞ്ചായത്ത് ഭരണമാണ് LDFന്റെ എടത്തുരുത്തി ഭരണമെന്ന് പറയേണ്ടി വന്ന ഖേദമുണ്ട്. ഇവിടെ എല്ലാത്തിനും പാർട്ടിക്ക് ഒരു അച്ചുതണ്ടുണ്ട്. CPMന്റെ ഏരിയ കമ്മിറ്റിയുടെ ന്യൂക്ലിയസ് അവരാണ് ഇത് ചക്രം തിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു റോളുമില്ല. പഞ്ചായത്ത് സെക്രട്ടറി കടുത്ത സഖാവാണ്. എനിക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ അവിടെ ഇലക്ഷൻ ചുമതല ഉണ്ടായിട്ട് കോടി രൂപ ഈ എടത്തുരുത്തി പഞ്ചായത്തിന്റെ പൈസ കൊള്ളയടിച്ച് പോയ ആളാണ് പിണറായി വിജയൻ എന്ന കാര്യം മറക്കണം. 1.25 കോടി രൂപയെ ഞങ്ങൾ വന്നിട്ട് നേരത്തെ മുമ്പൊക്കെ വന്നാലും 3 മാസം ആയിട്ടുള്ളൂ. ഇപ്പൊ 35 ലക്ഷം രൂപയുടെ കുറവുണ്ട്. അത് ഞങ്ങൾ പരിഹരിക്കും. പഞ്ചായത്തിന് UDF ഗവൺമെന്റ് കൊടുക്കപ്പെടേണ്ട പണം മുഴുവൻ പൂർണ്ണമായും കൊടുക്കും. ആരാണ് പഞ്ചായത്തിന് സ്പിൽ ഓവർ വരുത്തിയത്? UDF ആണോ? 5 കൊല്ലം ഭരിച്ച LDF അവസാനത്തെ കൊല്ലം 1.25 കോടി രൂപ. അതേ ഫാറൂഖ് കൂടെ നിൽക്കുന്നില്ല പഞ്ചായത്ത് മെമ്പർമാരെ അറിയാലോ. 1.25 കോടി രൂപ പഞ്ചായത്തിന് കിട്ടേണ്ട പണം അവസാനത്തെ ഗഡു 3ാമത്തെ ഗഡു നൽകിയില്ല. പ്രമേയം പാസ്സാക്കേണ്ടത് മുൻ മുഖ്യമന്ത്രിയായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ പഞ്ചായത്തിനെ പറ്റിച്ച, പഞ്ചായത്തിന്റെ പദ്ധതികളെ അട്ടിമറിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ, അന്നത്തെ ഗവൺമെന്റിനെതിരെയാണ് പ്രമേയം പാസ്സാക്കേണ്ടത്. സെക്രട്ടറി അല്ലാണ്ട് ഭരിക്കുന്ന സെക്രട്ടറി ശമ്പളം വാങ്ങുന്നത് പഞ്ചായത്തിൽ നിന്നാണെങ്കിലും സെക്രട്ടറി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. ആര് ഭരിച്ചാലും ആ ഭരിക്കുന്നതിന്റെ കൂടെ നിൽക്കേണ്ട ആളാ സെക്രട്ടറി. സംസ്ഥാനം ഭരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ആളാ. അപ്പൊ 1.25 കോടി രൂപ ഈ പഞ്ചായത്തിന്റെ 1.25 കോടി രൂപ LDF അട്ടിമറിച്ചു. കൊടുത്തില്ല. 3ാമത്തെ ഗഡു കൊടുത്തില്ല. ഞങ്ങൾ 35 ലക്ഷം രൂപ കൊടുക്കാൻ നിങ്ങൾ കൊടുക്കും. VD സതീശൻ മുഖ്യമന്ത്രിയായ UDFന്റെ ഗവൺമെന്റ്, KM ഷാജി മന്ത്രിയായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസന്നിഗ്ധമായ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതത്തിൽ നിന്നും 1 പൈസ പോലും കുറയ്ക്കില്ല. പൊതുപണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്തി സത്യം പുറത്തുകൊണ്ടുവരണമെന്നും അഴിമതിയിൽ പങ്കുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഭൂമി വാങ്ങിയ നടപടികളിൽ സുതാര്യതയില്ലെന്നും പൊതുജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വിജിലൻസ് അന്വേഷണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാർ എടത്തുരുത്തി പഞ്ചായത്തിന് അനുവദിക്കാതിരുന്ന പദ്ധതി വിഹിതമായ 1.25 കോടി രൂപ ലഭിക്കാതിരുന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയും LDF നേതൃത്വവും മൗനം പാലിച്ചെന്നും ഇപ്പോൾ UDF സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിയും കൊടുങ്ങല്ലൂർ താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റുമായ TM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ സജയ് വയനപ്പിള്ളിൽ, CC ബാബുരാജ്, UDF നേതാക്കളായ PD സജീവ്, EK മുഹമ്മദ് ഹാജി, MU ഉമറുൽ ഫാറൂഖ്, PK ഹംസ, PS ഷാജഹാൻ, ഷാജി കണ്ണങ്കില്ലത്ത്, മുഹമ്മദ് നബീൽ, ഷിബ സതീഷ്, PP സലീം, TA നാസിമുദ്ദീൻ, സഗീർ ചന്ദ്ര പിന്നി, മൻസൂർ, സിദ്ദിഖ് കന്നത്തുപടി, ഡേവിസ് മാളിയേക്കൽ, സഫർ അലി ഖാൻ, ഷഹന കാട്ടുപറമ്പിൽ, AK ജമാൽ, അമ്പിളി പ്രിൻസ്, CD ലിറ്റി,
ലൈല മജീദ്, ബിഷ സത്യൻ, കെ എച്ച് മുഹമ്മദ്, ഷജിൽ ചന്ദ്ര പിന്നി തുടങ്ങിയവർ സംസാരിച്ചു.